ചരിത്രമെഴുതി മലയാള സിനിമാ താരസംഘടനയായ അമ്മയുടെ അമരത്തേക്ക് ഇനി വനിതകൾ. പ്രസിഡന്റായി ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതോടെ അമ്മയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന പദവി ശ്വേതാ മേനോന് സ്വന്തമായി. ലക്ഷ്മിപ്രിയയും ജയൻ ചേർത്തലയുമാണ് വൈസ് പ്രസിഡന്റുമാർ. ട്രഷററായി ഉണ്ണി ശിവപാലും തെരഞ്ഞെടുക്കപ്പെട്ടു. നടി ശ്വേതാ മേനോൻ അമ്മയുടെ ആദ്യ വനിതാ പ്രസിഡന്റാകുമ്പോൾ മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് തന്നെ നാഴികക്കല്ലായി മാറുകയാണ് ഈ തെരഞ്ഞെടുപ്പ്. ആകെ 298 പേർ വോട്ട് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ നടൻ ദേവനെതിരെ 159 വോട്ടിനാണ് ശ്വേതയുടെ വിജയം. വലിയ വിവാദങ്ങൾക്കിടയിലാണ് ഇക്കുറി അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അശ്ലീല സിനിമകളിൽ അഭിനയിച്ചെന്നാരോപിച്ച് ശ്വേതാ മേനോനെതിരെ കേസ് വരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇത്തരം പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ചാണ് ശ്വേത സംഘടനയുടെ തലപ്പത്തെത്തുന്നത്. ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരേ ഒരു ഇതുള്ളൂ, എല്ലാവരും ഒരേ ലക്ഷ്യം. ബട്ട് ഐ എം വെരി ഹാപ്പി. അപ്പോൾ ഒഫീഷ്യലി ഞാൻ അമ്മേന്റെ അമ്മയാണ്. രവീന്ദ്രൻ, കുക്കു പരമേശ്വരൻ എന്നിവരായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചത്. കുക്കു പരമേശ്വരന് 172 വോട്ടുകൾ ലഭിച്ചു. കുക്കുവിനെതിരെയും സംഘടനയിലെ ഒരു സംഘം വനിതകൾ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ലക്ഷ്മിപ്രിയയ്ക്ക് 139 വോട്ടും ലഭിച്ചു. ജയൻ ചേർത്തലയാണ് മറ്റൊരു വൈസ് പ്രസിഡന്റ്. ട്രഷററായ ഉണ്ണി ശിവപാലിന് 167 വോട്ടാണ് ലഭിച്ചത്. സരയു, ആശ അരവിന്ദ്, നീന കുറുപ്പ്, അഞ്ജലി നായർ ഉൾപ്പെടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 4 വനിതകൾ ഇടം നേടി. കൈലാഷ്, സന്തോഷ് കീഴാറ്റൂർ, ടിനി ടോം, ജോയ് മാത്യു, വിനു മോഹൻ, ഡോക്ടർ റോണി ഡേവിഡ് രാജ്, സിജോയ് വർഗീസ് എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ. അൻസിബ ഹസൻ നേരത്തെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 233 വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ സംഘടനയിലെ 507 അംഗങ്ങൾക്കാണ് വോട്ടവകാശമുള്ളത്. ചെന്നൈയിലായതിനാൽ മമ്മൂട്ടി എത്തിയില്ല. ദുൽഖർ, പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി തുടങ്ങിയ യുവതാരങ്ങളും വോട്ട് ചെയ്യാനെത്തിയില്ല. മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവരടക്കമുള്ള പ്രമുഖർ വോട്ട് ചെയ്തു. മീഡിയ 1 കൊച്ചി.